നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ തിയേറ്ററിലൊക്കെ ഓടുന്നൊരു സിനിമയുണ്ട് തമിഴിൽ, സറണ്ടർ. ഈ സിനിമ യാതൊരുവിധ ബിഗ് സ്റ്റാർസോ അല്ലെങ്കിൽ ഒരു ഭയങ്കരമായ സ്റ്റാർ വാല്യൂ ഉള്ള നടന്മാരെ വെച്ചൊന്നും ചെയ്ത പടമല്ല. ഒരു ഭയങ്കരമായിട്ട് പ്രമോഷനും ഇത് കൊടുക്കുന്നതായിട്ട് കണ്ടില്ല. ഇതൊന്നും തന്നെയില്ല. അതായത് ഈ സിനിമ ഇറങ്ങി ഇതിൻ്റെ അകത്ത് അഭിനയിച്ചവരായാലും ഇതിൻ്റെ പ്രൊഡക്ഷൻ ടീമായാലും ഇതിന് ഒരു ബൂസ്റ്റ് ഒന്നും കൊടുത്തിട്ടില്ല ഈ സിനിമയ്ക്ക്. ഇതിപ്പോൾ തിയേറ്ററിൽ ഓടുവാണ് സറണ്ടർ എന്ന് പറയുന്നൊരു സിനിമ. ഈ സിനിമ ഞാൻ കണ്ടു. ഗംഭീര ചിത്രം, അതിഗംഭീര ചിത്രം എന്ന് പറഞ്ഞാൽ അതിഗംഭീര ചിത്രം. അതായത് മാനഗരമൊക്കെ പോലെ ഒരു ടൈപ്പ് വേറൊരു ചിത്രം. ലോകേഷ് കനകരാജിൻ്റെ മാനഗരം എന്ന് പറയുന്ന ചിത്രം ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഒരു വേറെ വേർഷനാണിത്. ഒരു 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 പോലീസ് സ്റ്റേഷനെ സംബന്ധിച്ച് അവിടെ നടക്കുന്ന ഒരു ചെറിയൊരു മിസ്റ്റേക്കുകൾ അവിടെ നിന്ന് തുടങ്ങി പല ആൾക്കാരുടെ ക്യാരക്ടറുകളിലൂടെ ഇങ്ങനെ കയറി വരിക. അതായത് പല പല സെക്ഷനിൽ നിന്നും പല സംഭവങ്ങൾ നടക്കും. അതിനെല്ലാം കൂടെ ബന്ധപ്പെടുത്തി എന്താ പറയുന്നത്, ഒരു ഗംഭീര ചിത്രം എടുത്തു വെച്ചു. ഗംഭീര ചിത്രം, എനിക്ക് അത്രേ പറയാനുള്ളൂ. നമ്മുടെ മലയാള നടൻ സുജിത് ശങ്കർ എന്ന് പറയുന്ന നടനുണ്ട് മലയാളത്തിൽ. അദ്ദേഹം ആദ്യമായിട്ട് വന്നത് മഹേഷിൻ്റെ പ്രതികാരം എന്ന് പറയുന്ന സിനിമയിലെ വില്ലനായിട്ടാണ്. അതിനുശേഷം പുള്ളി കുറേ സിനിമകളിലൊക്കെ വന്നിട്ടുണ്ട്. ദുൽഖറിൻ്റെ ഒരു പടത്തിൽ വന്നു. പിന്നെ തമിഴിലൊക്കെ കുറേ വേഷങ്ങളൊക്കെ ചെയ്തു. ഇപ്പം ഈ ഒരു സിനിമയിൽ വില്ലൻ റോൾ ചെയ്ത് എന്തൊരു റോളാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. സുജിത് ശങ്കർ എന്ന് പറയുന്ന നടൻ എന്തൊരു റോളാണെന്നറിയോ, അന്യായ ഒരു റോളാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അന്യായം, ഒരു രക്ഷയില്ലാത്തൊരു ഒരു ഒരു വില്ലൻ റോള്. ഇത്ര പക്കയായിട്ട് ഇങ്ങനെ ഇത്ര കിടുവായിട്ട് ആ റോൾ എടുത്ത് ചെയ്തേക്കുന്നത് അന്യായം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ സംവിധായകൻ്റെ ലാൽ ഈ സിനിമയിൽ റൈറ്ററിൻ്റെ വേഷം ചെയ്തിട്ടുണ്ട്. ഒരു പോലീസ് സ്റ്റേഷനിലെ റൈറ്റർ എഴുതായിരിക്കുന്ന പോലീസുകാരുണ്ടല്ലോ, റൈറ്റർ. അപ്പോൾ ആ വേഷം ചെയ്തിട്ടുണ്ട്. ഭയങ്കര നാച്ചുറൽ കേട്ടോ. ലാലും ഭയങ്കര നാച്ചുറലായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ലാലിനെ മറ്റു സിനിമകളിൽ കാണുന്ന പോലല്ല, ഭയങ്കര നാച്ചുറലായിട്ട് ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് നായകൻ ഹർഷൻ എന്ന് പറയുന്നൊരു നായകനാണ്. അദ്ദേഹം വളരെ വെടിപ്പായിട്ട് തന്നെ ഈ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. ഒരു പുതുമുഖ നായകനാണ്. പക്ഷേ ഈ പുതുമുഖ നായകൻ എന്നല്ല ഈ സിനിമ എന്ന് പറഞ്ഞാൽ പലരുമായിട്ട് ഇങ്ങനെ കിടക്കുക. ഇത് നായകനൊരു ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇത് എല്ലാവരും ഇതിനകത്ത് ഒരു ഈക്വൽ റോൾ പോലെയാണ്. ഇതിനകത്ത് വില്ലൻ ഉൾപ്പെടെ ഒരു ഈക്വൽ റോൾ. എനിക്ക് തോന്നുന്നത് നായകനേക്കാളും കൂടുതൽ സ്ക്രീൻ സ്പേസ് കിട്ടിയിരിക്കുന്ന സുജിത് ശങ്കറിനാണ്. ഇതിനകത്ത് വില്ലനായിട്ട് അഭിനയിച്ച സുജിത് ശങ്കർ ഒന്നും പറയില്ല കേട്ടോ. എന്ത് രസമായിട്ടാണ് പുള്ളി അത് ചെയ്തത്. ഭയങ്കര ഇമ്പാക്റ്റ് ആയിട്ട് ഒരു മാനഗരത്തിൻ്റെ വേറൊരു വേർഷനായിട്ട് ഒരു കിടിലം പടം, തുടക്കം തൊട്ട് പടം തീരുന്നവരെ കൈദിയൊക്കെ പോലെ നമ്മൾ ആ സിനിമയ്ക്കകത്തായിപ്പോയി. നമ്മൾ ഒരു നിമിഷം പോലും ബോറടിപ്പിക്കാതെ ഒരു 2.5 മണിക്കൂർ നമ്മളെ അതിനകത്ത് പിടിച്ചിരുത്തിയൊരു സിനിമയാണ് ഈ സറണ്ടർ എന്ന് പറയുന്ന സിനിമ. കിടിലം, എന്താ പറയുന്നത്. പിന്നെ മൻസൂർ അലിഖാൻ ഇതിനകത്തൊരു സീനിൽ വന്നു പോകുന്നുണ്ട് ഗസ്റ്റായിട്ട്. മൻസൂർ അലിഖാനായിട്ട് തന്നെയാണ് ഈ സിനിമയ്ക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ മൻസൂർ അലിഖാൻ്റെ ഒരു വസ്തു സ്റ്റേഷനിൽ കൊണ്ടുവരുവാണ്. അപ്പോൾ അത് സ്റ്റേഷനിൽ നഷ്ടപ്പെട്ടു പോകും. അവിടെ നിന്നാണ് ഈ കഥ തുടങ്ങുന്നത്. അതങ്ങനെ പലരുടെയും പല വില്ലന്മാരുടെയൊക്കെ വന്ന് പല ലൊക്കേഷൻസ് ഇങ്ങനെ വന്ന് എന്താ പറയുന്നത്, നമ്മളെ ഗ്രിപ്പിംഗ് ആയിട്ട് ഇരുത്തി 2.5 മണിക്കൂർ ഒരു നിമിഷം പോലും ലാഗ് അടിപ്പിക്കാതെ ഒരു കിടിലം സിനിമ, കിടിലം, അത്ര പറയാനുള്ളൂ. അപ്പം ശരി, പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.